ഇരക്കുന്നത്തെ നിവാസികൾക്ക് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി അൻസാരിക്കട സ്വപ്നമായ ആ മൈക്രോ വാട്ടർ പദ്ധതി അട്ടിമറിച്ചവരല്ലേ ഇവിടുത്തെ കൗൺസിലർ? നാളമുണ്ടോ നിങ്ങൾക്ക് വീണ്ടും വന്നത് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ പറയാൻ? ഉടുപ്പ് വേണം, കുറച്ചൊക്കെ ഉടുപ്പ് വേണം. ആവേശമായിട്ട് പറയുന്നത് വേണമെന്നല്ല. അൻസാരിക്ക മരിച്ച് മുകളിൽ നിൽക്കുകയാണ്. അൻസാരിക്ക മരിച്ച് മുകളിൽ നിൽക്കുക. ആ വലിയ മനുഷ്യൻ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള ആ ഓട്ടത്തിൽ തോട്ടപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ച് മരണമടയുകയാണ് ഉണ്ടായത്. ഈ അക്കോമഡേഷനിലെ UDF സ്ഥാനാർത്ഥി മിനിയെ നിർദ്ദേശിച്ചത് AM അൻസാരിയാണ്. ആ AM അൻസാരിയുടെ ഏറ്റവും വലിയ ആത്മാഭിമാന പ്രശ്നമായിരുന്നു UDF സ്ഥാനാർത്ഥി മിനിയെ വിജയിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹം മരണമടഞ്ഞാലും അദ്ദേഹത്തിന്റെ സ്വപ്നം അത് പൂർത്തീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കോർഡിനേഷന്റെ നമ്മുടെ സ്വന്തം AM അൻസാരിയുടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 100% നെഞ്ചത്ത് കൈവച്ച് വോട്ടിലൂടെ പോകുന്ന ഓരോ വോട്ടർമാരും അൻസാരിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ മിനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇന്നൊരു കാര്യങ്ങളൂടെ ഞാൻ പറയാം. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇവിടെ LDFന്റെ കൗൺസിലറാണ് ഭരിച്ചിരുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ വീട്ടിലുള്ള ആൾക്കാർക്ക് BPL കാർഡുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 5 ബൂത്തുകൾ, ആ കോർഡിനേഷൻ 5 ബൂത്തുകളാണുള്ളത്. 5 ബൂത്തുകൾ ഞാൻ കയറിയപ്പോൾ അറിഞ്ഞത്, ശ്രീരാജ് പറയുന്നൊരു വിഷമമുണ്ട്. എന്റെ ഈ ചെറ്റ കുളിര് കണ്ടോ, എന്റെ ഈ ചെറ്റ കുളി കണ്ടോ, എന്റെ കാടിന്റെ നിറം കണ്ടോ, എടുത്തുകൊണ്ട് ഇത് കാണിച്ച് കരഞ്ഞുകൊണ്ട് പറയുക. എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി BPL കാർഡ് ഉണ്ടാക്കി, പണക്കാർക്ക് BPL കാർഡ് ഉണ്ടാക്കി, പാവപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിലേക്ക് തള്ളിയിട്ട LDF കൗൺസിലർക്കുള്ള വിജയത്താവണം ഈ ഇലക്ഷൻ. നിങ്ങൾ പോളിംഗ് ബൂത്തോട്ട് പോകുമ്പോൾ, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾ ഇലക്ഷനിൽ ആ മെഷീനിൽ കൈകുട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ 15 വർഷക്കാലമായി ഞങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്കുള്ള വിജയത്താണിതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത്രയും നാൾ പറ്റിച്ചില്ലേ? ഇനിയും പറ്റിക്കണോ? പറ്റിക്കപ്പെടണോ? പറ്റിക്കപ്പെടണമെങ്കിൽ 8-ാം തീയതി വരുന്ന ഇലക്ഷനില് പോളിംഗ് ബൂത്തിലോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട അൻസാരിക്കായെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മനസ്സിലാലോചിച്ചുകൊണ്ട്, അദ്ദേഹം ദീർഘവീക്ഷണമുള്ള അൻസാരിക്ക 2005 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുറന്നു കൊണ്ടുപോകാൻ നിന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മിനി നിങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്റെ സുഹൃത്ത് ശ്രീരാജ് പറഞ്ഞത് കണക്ക് കഴിഞ്ഞ 15 കൊല്ലമായി നമുക്കൊരു ഭരണം ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കൊരു MLA ഇല്ല, MP ഉണ്ട്. MP-യുടെ കാര്യങ്ങൾ കേന്ദ്ര ലെവലിൽ നടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൗൺസിലറാണ് സാധാരണക്കാരന്റെ കാര്യങ്ങൾ നടത്താനുള്ളത്. നമുക്ക് കിട്ടേണ്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചു തരേണ്ടുള്ളത് നമ്മുടെ കൗൺസിലറാണ്. 15 കൊല്ലത്തിന് മുമ്പ് ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, AM